അപ്പൊ അതുകൊണ്ട് സർക്കാരുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കണം. അതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും കടുംപിടുത്തം പറയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി ജനകീയ മുഖമുള്ള ഉദ്യോഗസ്ഥരെ വയ്ക്കാൻ ഈ സർക്കാരുകൾ തയ്യാറാകണം എന്ന് തന്നെയാണ് നമ്മളുടെ ആവശ്യം. അങ്ങനെ എത്ര ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കണ്ടിരിക്കുന്നു. സർക്കാർ പറഞ്ഞു വച്ചിരിക്കുന്ന ആ നിയമം അനുസരിച്ച് മാത്രമേ ഞങ്ങൾ പോകുള്ളൂ എന്ന് ഏത് ഉദ്യോഗസ്ഥന്മാരാണ് പറയുന്നത്? ഏത് ഉദ്യോഗസ്ഥന്മാരെ? ഇപ്പൊ ഇറങ്ങി വരുന്ന IPS-കാരെ IAS-കാരൊന്നും ഇപ്പൊ അങ്ങനെ പറയുന്ന ആളുകളൊക്കെ വളരെ ചുരുക്കമാണ്. കാരണം ജനകീയ മുഖമുള്ള ആളുകളായി മാറണം. നമ്മുടെ ജില്ലാ കളക്ടർക്ക് എന്തുകൊണ്ട് അവാർഡ് കിട്ടുന്നത്? ഉമേഷ് അല്ലേ? ചെറുപ്പക്കാരനാണ് അല്ലേ? എല്ലാവരുമായി ഇടപഴകും. എന്താണ് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കും. ആ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് അനുകൂലമായി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ ആ ഏത് സർക്കാരുകൾക്ക് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ സർക്കാരിന്റെ നയരൂപീകരണത്തിന്റെ ഭാഗമായി ആ സർക്കാരിന് അനുകൂലമായി ജനം ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ നാട്ടിൽ ഉടനീളം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ അടിപ്പാത അനിവാര്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടിപ്പാതയ്ക്ക് വേണ്ടി അടിയന്തരമായി അത് നിർമ്മിക്കാനുള്ള ക്രമീകരണം കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന്, നാഷണൽ ഹൈവേയിൽ നിന്ന് അതിനുള്ള അനുമതി വാങ്ങിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഈ സമരത്തിന് പരിപൂർണമായ പിന്തുണ അർപ്പിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഇത് നേടിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ എല്ലാ സമരങ്ങൾക്കും എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ജനകീയമായിട്ടുള്ള വിഷയങ്ങളിൽ മുഖം തിരിച്ചു നിൽക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, ജനങ്ങളെ നോക്കാതെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപയുക്തമാക്കാൻ കഴിയാവുന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളെല്ലാം നിങ്ങളോടൊപ്പം നിന്ന് ചെയ്തുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് കഴിഞ്ഞ 150 ദിവസക്കാലം നിരന്തരമായി എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് ഇതുപോലെ നിരന്തരമായി ഈ സമരത്തെ ഈ പ്രകൃതി അവഗണിച്ചുകൊണ്ട് ചൂടും മഴയും മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടം വിജയത്തിലെത്തട്ടെ. അതിനെല്ലാവിധ പിന്തുണയും. നമസ്കാരം.